സംസ്ഥാനമൊട്ടാകെ ഇങ്ങനെ മഴയിൽ നനഞ്ഞു കുതിരുമ്പോൾ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുകയാണ്. UDF നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. LDFിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് വരാനിരിക്കുമ്പോൾ ഏകദേശം ചിത്രം വ്യക്തമാകും. PV കുട്ടൻ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. കുട്ടൻ, ഗുഡ് മോർണിംഗ്. വിനിഷ, ഗുഡ് മോർണിംഗ്. മഴയിലും ചോരാത്ത തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് നിലമ്പൂർ. ഇന്ന് LDFിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. അതോടുകൂടി മത്സരത്തിന് ഒരു വ്യക്തത വരും. നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടി ഒരു മേൽക്കൈ LDFിന് മണ്ഡലത്തിൽ ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അവിനിഷ, ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ദിവസം മുതൽ അതിന് തൊട്ട് മുമ്പ് മുതൽ തന്നെ ഈ ദിവസം വരെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ കനത്ത മഴയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിനെ മഴയുടെ ഈ കനത്ത മഴയൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പ്രതികൂല കാലാവസ്ഥയൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് നിലമ്പൂരിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം തികച്ചും മലയോര മേഖലയാണ്, ഗ്രാമീണ പ്രദേശമാണ്. എങ്കിലും വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നു. LDFിന്റെ സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും. CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തിരുവനന്തപുരത്താണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. CPIഎമ്മിന്റെ LDFിന്റെ ഒരു സംഘടനാ രീതി എന്നുള്ളത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. ഇതിന് എത്രയോ നാളുകൾക്ക് മുമ്പ്, അതായത് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച ഒരു ഘട്ടം മുതൽ തന്നെ ഇവിടെ ഏറ്റവും അടിത്തട്ട് മുതൽ, അതായത് ബൂത്ത് തലം മുതൽ സംഘടനാ സംവിധാനം വളരെ സുസജ്ജമാക്കിയിരിക്കുകയാണ് LDFും CPIഎമ്മും. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ മാസ്റ്റർ മണ്ഡലത്തിലെത്തി പ്രവർത്തനങ്ങളൊക്കെ നേരിട്ട് വിലയിരുത്തി. അതോടൊപ്പം തന്നെ മണ്ഡലത്തിൽ ചുമതലയുള്ള കേന്ദ്ര സംസ്ഥാന നേതാക്കളൊക്കെ ഓരോ പഞ്ചായത്തിൻ്റെയും ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ പോലും തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ മണ്ഡലത്തിൻ്റെ ചുമതലയുള്ള പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനൊക്കെ നമ്മളോട് പറഞ്ഞത് ഈ സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളൊക്കെ ഓരോ പഞ്ചായത്തിൽ പോയപ്പോഴുള്ളൊരു കാഴ്ച എന്നുള്ളത് അവിടെ ഈ കനത്ത മഴയാണെങ്കിലും അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് ബൂത്ത് കമ്മിറ്റിയിൽ ഉൾപ്പെടെ മുഴുവൻ പ്രവർത്തകരും LDFിൻ്റെ പ്രവർത്തകരും സജീവമാകുന്ന ഒരു കാഴ്ചയാണ് LDFിനെ സംബന്ധിച്ച് ഇവിടെ ഉള്ളത്. സംഘടനാപരമായി നല്ല സംവിധാനം LDFിന് ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ഇവിടെ വിജയിച്ച ചരിത്രം CPIഎമ്മിനും LDFിനും ഉണ്ട്. അതുകൊണ്ട് വളരെ ആവേശത്തോടു കൂടിയാണ് LDF ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. നാളെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മണ്ഡലത്തിലെ പ്രവർത്തകർക്കാകെ ആവേശം പകർന്നുകൊണ്ട് ഈ മണ്ഡലത്തിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ അദ്ദേഹം LDFിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം പിന്നീട് വിവിധ പഞ്ചായത്ത് കൺവെൻഷനുകൾ നടക്കും. പിന്നെ അതേ ഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയുടെ പര്യടനം നടക്കും. അപ്പോൾ വലിയ ഒരു ഓളത്തിലേക്ക്, തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശത്തിലേക്ക് നിലമ്പൂർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ മത്സരം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ UDFിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിത്വം നേരത്തെ പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രചരണം ഈ പ്രധാനപ്പെട്ട വ്യക്തികളെയൊക്കെ കണ്ട് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ UDFിൻ്റെ കൺവെൻഷനുകൾ നടക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയും VD സതീശനും അടൂർ പ്രകാശും ഒക്കെ ഉൾപ്പെടെയുള്ള UDFിൻ്റെ പ്രമുഖ നേതാക്കളൊക്കെ ഇവിടെ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതേസമയമാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ വലിയ വലിയ വിഷയങ്ങൾ UDFിൻ്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടും കോൺഗ്രസിനകത്ത് തന്നെ വലിയ എതിർപ്പുകൾ ഉയരുന്നു. UDF വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ട PV അൻവർ UDFിന് വലിയ പാരയാകുന്ന രീതിയിലേക്കുള്ളൊരു അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ, രാഷ്ട്രീയ കരുനീക്കങ്ങൾ വരുന്നു. അത്തരത്തിലാകെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഈ മഴക്കാലത്തും വളരെ ശക്തമായ രീതിയിലുള്ള പ്രചാരണ ചൂടിലേക്ക് നീങ്ങുന്നു. അതോടൊപ്പം LDF ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണ ആയുധമാക്കുന്നത് ഈ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നടത്തിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ. കേരളമെമ്പാടും വലിയ വികസന കുതിപ്പിലേക്ക് പോകുമ്പോൾ നിലമ്പൂരിലും അതിനാനുപാതികമായ വലിയ വികസനം 1800 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളാണ് ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്നും പാലങ്ങളും റോഡുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും പ്രളയകാലത്തെ ദുരിതാശ്വാസ സഹായങ്ങളും ഉൾപ്പെടെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അത് വീണ്ടും ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് LDF ഇവിടെ നടത്തുന്നത്. അതോടൊപ്പം തന്നെ PV അൻവറിനെ ഉപയോഗിച്ചുകൊണ്ട് UDF നടത്തിയ വലിയൊരു രാഷ്ട്രീയ വഞ്ചന, അതോടൊപ്പം തന്നെ അൻവറും UDFും ചേർന്ന് നടത്തിയ വലിയൊരു രാഷ്ട്രീയ വഞ്ചനയുണ്ട്. ആ വഞ്ചനക്ക് നിലമ്പൂരിലെ ജനത ശക്തമായ മറുപടി നൽകും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ കൂടിയാണ് LDF. വിനിഷ, അത് ഇന്നലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു കുട്ടൻ. LDFിൻ്റെ വിജയ കാഹളമാണ് നിലമ്പൂരിൽ ഉയരാൻ പോകുന്നത്. വർഗീയ വഞ്ചനയ്ക്ക് നിലമ്പൂർ മറുപടി കൊടുക്കും. എല്ലാ കാലത്തും അത്തരത്തിൽ വർഗവഞ്ചകന്മാരെ
പിന്തുണയ്ക്കാത്ത ഒരു മണ്ഡലമാണ് നിലമ്പൂർ. എടുത്തു കളയേണ്ടവരെ എപ്പോഴൊക്കെ എടുത്തു കളയണമെന്ന കൃത്യമായിട്ട് അറിയായിരുന്നു നിലമ്പൂർ മണ്ഡലത്തിലെ ജനതയ്ക്ക്. അപ്പോൾ അതിനാൽ തന്നെ വലിയ ആത്മവിശ്വാസമുണ്ട് LDF മുന്നണിക്ക്. ചരിത്രം അതാണ് സൂചിപ്പിക്കുന്നത്. ഏത് രീതിയിലായിരുന്നോ തിരിച്ചടി നേരിട്ടപ്പോഴൊക്കെ തിരിച്ചുവരവുണ്ടായത്, അതേ രീതിയിൽ തിരിച്ചുവരവ് നടത്താൻ, സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിയുമെന്ന പൂർണ്ണമായ ആത്മവിശ്വാസം LDFന് നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ചുണ്ട്. അഭിലാഷ്, മണ്ഡലം രൂപീകരിച്ച ഘട്ടം മുതൽ രൂപീകരിച്ച ആ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിലും ഈ മലപ്പുറത്തുകാരുടെ കേരളത്തിൻ്റെ തന്നെ ആവേശമായ കുഞ്ഞാലിയായിരുന്നു LDFിൻ്റെ അന്ന് CPIMൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചത്. അപ്പോൾ ആ ഒരു ആവേശം പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. 7 തവണ ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ 7 തവണ LDFിൻ്റെ സ്ഥാനാർത്ഥികൾ, LDF പിന്തുണച്ച സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ വിജയിച്ചിട്ടുണ്ട്. ആ ഒരു ആത്മവിശ്വാസം സ്വാഭാവികമായും LDF ക്യാമ്പിനുണ്ട്. കാരണം ചില മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് നിലമ്പൂർ UDFിൻ്റെ കോട്ടയാണെന്നൊക്കെയാണ്. പക്ഷേ കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ, വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ, കണക്കുകൾ പരിശോധിച്ചാൽ നിലമ്പൂർ നഗരസഭ പോലും ഇപ്പോൾ ഭരിക്കുന്നത് LDF ആണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ആവേശം CPIMനും LDFനും ഉണ്ട്. നേരത്തെ ദിൽഷ പറഞ്ഞതുപോലെ തന്നെ PV അൻവർ ഇപ്പോൾ ഒരു രാഷ്ട്രീയ വഞ്ചന കാണിച്ചു. ഏതാണ്ട് ഇതിന് സമാനമായ വലിയൊരു രാഷ്ട്രീയ വഞ്ചന വർഷങ്ങൾക്ക് മുമ്പ് ആര്യാടൻ മുഹമ്മദ് ഇടതുപക്ഷത്തോട് ചെയ്തിരുന്നു. അന്ന് ആ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദിനെ നിലമ്പൂർ ജനത തോൽപ്പിച്ചുകൊണ്ടാണ് ആ രാഷ്ട്രീയ വഞ്ചനക്ക് മറുപടി നൽകിയത്. അതായത് ഈ ആയാറാം ഗായാറാം എന്നുള്ള ഉത്തരേന്ത്യൻ ശൈലിയൊന്നും നിലമ്പൂരിലെ ജനത അത് ഉൾക്കൊള്ളില്ല എന്നുള്ളതാണ്. അത് നേരത്തെ തന്നെ വ്യക്തമായതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ PV അൻവർ UDFനെ ഉപയോഗിച്ച് LDFനോട് ചെയ്ത ഈ വഞ്ചനക്കും നിലമ്പൂർ ജനത വലിയ രീതിയിലുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിലൂടെ നൽകും എന്നുള്ളതാണ് CPIMൻ്റെ ഉറച്ച ആത്മവിശ്വാസം. അതോടൊപ്പം തന്നെ പിണറായി സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ജനങ്ങളോടുള്ള കരുതൽ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇവിടെ പ്രളയസമയത്ത് ഏറ്റവും വലിയ ദുരിതം അനുഭവിച്ച ഒരു കേന്ദ്രം കൂടിയാണ് ഈ നിലമ്പൂർ. ഇവിടെ ആ സമയത്ത് നടത്തിയ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നിലമ്പൂർ ജനതയുടെ മനസ്സിലുണ്ട്. അതൊക്കെ LDFന് അനുകൂലമായ വോട്ടായി മാറും. ഏറ്റവും മികച്ച പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും LDF അവതരിപ്പിക്കുക എന്ന് കഴിഞ്ഞ ദിവസം തന്നെ MV ഗോവിന്ദൻ മാസ്റ്ററും A വിജയരാഘവനും M സ്വരാജും ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. ആ തീരുമാനം പറയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും സ്ഥാനാർത്ഥി കൂടി രംഗത്ത് വരുന്നതോടുകൂടി LDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കും. ദിൽഷ. ശരി, PV കുട്ടനാണ് നിലമ്പൂരിൽ നിന്ന് ഇന്നത്തെ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള നിലമ്പൂരിൻ്റെ ഇന്നത്തെ ഒരു വാർത്താ ചിത്രം, പ്രചരണ ചിത്രമൊക്കെ നമ്മളോട് സമഗ്രമായി തന്നെ വിശദീകരിച്ചത്.